നമസ്കാരം. രാജ്യതലസ്ഥാനം ഇന്ന് വിധിയെഴുതും. 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 9 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 8.1% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, AP നേതാവ് മനീഷ് സിസോദിയ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പ് ധർമ്മയുദ്ധമാണെന്നും നല്ലതും ചീത്തയും തമ്മിലുള്ള പോരാട്ടമാണിതെന്നും ഡൽഹി മുഖ്യമന്ത്രി അതിഷി പറഞ്ഞു. ആം ആദ്മി പാർട്ടി, BJP, കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയാകുന്നത്. 8-നാണ് ഫലപ്രഖ്യാപനം. 96 വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 699 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 13,766 പോളിംഗ് സ്റ്റേഷനുകളിലായി 1.56 കോടി വോട്ടർമാരാണ് വിധി എഴുതുന്നത്. വോട്ടർമാരിൽ 83.76 ലക്ഷം പുരുഷന്മാരും 72.36 ലക്ഷം സ്ത്രീകളും 1267 പേർ ട്രാൻസ്ജെൻഡറുകളുമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 10 വർഷമായി സീറ്റൊന്നും കിട്ടാതെ കോൺഗ്രസിനും 27 വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന BJPക്കും ഇതൊരു അഭിമാന പോരാട്ടം തന്നെയായിരിക്കും.